ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കിൻഡർല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നല്ലൊരു ബുക്കായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. നമുക്ക് LKG മുതൽ ഒരു LP ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ LP വരെയുള്ള കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ നമുക്ക് ബുക്കിനെ കുറിച്ചിട്ട് പറയാം. നമുക്കിത് രണ്ടുപേര് വീട്ടിൽ വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് അവർ മന്ത്ലി നമുക്ക് വീട്ടിലേക്ക് പോസ്റ്റൽ വഴി അയച്ചു തരും. അപ്പോൾ നമുക്ക് ബുക്കിനെ കുറിച്ചിട്ട് പറയാം. നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിയർ പാരൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ട കുറച്ചും കൂടെ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നൊരു പേജാണ് കേട്ടോ ഡിയർ പാരൻസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു പിക്ചർ സ്റ്റോറിയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല പേജസ് ആട്ടോ, നല്ല ഗ്ലൈസിങ് ഉള്ള നല്ല പേജസും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സും ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സ്റ്റോറിയാണ് എ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ് യുവർ ടമ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന, ഒരു ഓട്സ് വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്ക് തന്നെ തനിയെ വായിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിങ്ക് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സിങ്കാണോ ഫ്ലോട്ടാണോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ദെൻ മൈ ഫേവറേറ്റ് പാർക്ക്, ഒരു ചെറിയ റൈം കൊടുത്തിട്ടുണ്ട്. റൈമിങ് വേർഡ്സ്, ചെറുതായിട്ടുള്ള റൈമിങ് വേർഡ്സൊക്കെ ഇതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ഒരു ടാലൻറ്റ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. അതിൽ നമുക്ക് ഇത് വായിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പിക്ചർ വരയ്ക്കാനുള്ളതാണ്. അതിലൊരു ഷീറ്റും ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ കളിക്കുടുക്കയിലും ബാലമേലൊക്കെ ചെറിയ പിക്ചേഴ്സാണ് കേട്ടോ നമ്മൾ വ്യത്യാസം കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറൻഷ്യേറ്റ്. ഇതിൽ കുറച്ച് വലുതായിട്ടാണ് കേട്ടോ പിക്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ചെറിയ ക്ലാസ്സിൽ ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഒരു പേജ് മൊത്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യൂരിയസ് കോർണറാണ്. അതായത് ക്യൂരിയസ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു മാറ്റേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റെയിൻബോനെ കുറിച്ചിട്ട്, ബേർഡ്സിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇല പൊഴിയുന്നത് എങ്ങനെയാണ്, വൈ ഡു വി ബ്രഷ് അവർ ടീത്ത്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് റൂം സെർച്ചാണ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് ഇതിൽ അവർ സെർച്ച് ചെയ്ത് കണ്ടെത്തണം. ചിലതൊക്കെ ഇങ്ങനെ ഹൈഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഈ ബുക്ക് നല്ലൊരു ബുക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബാണ്. ഇതിൽ ചെറിയ വേർഡ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഒരു ക്രാഫ്റ്റ് കോർണർ കൊടുത്തിട്ടുണ്ട്. ഒരു ലാമ്പിനെ വരയ്ക്കാനുള്ളതും കൂടെ ഇങ്ങനെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ആർട്ട് പോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പിക്ചറുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കട്ട് ചെയ്യുന്നതുകൊണ്ട് അവരിവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ലുക്ക് കോർണർ, അതായത് ബ്രെയിൻ ബൂസ്റ്റർ പറഞ്ഞിട്ടാണ് കീയുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബ്രെയിൻ ബൂസ്റ്ററായിട്ട്. പിന്നെ ഒരു ക്യൂരിയസ് കോർണറാണ് കൊടുത്തിട്ടുള്ളത്. സണ്ണിനെ കുറിച്ചിട്ട് കുഞ്ഞു വേർഡ്സിലാണ് ഇതിൽ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വേർബ്സിനെ കുറിച്ചിട്ടാണ്. കുഞ്ഞു വേർബ്സുകളാണ്. അതും നല്ല പിക്ചറും കൂടെ വരുമ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ചെറിയ കുട്ടികൾ മുതലാണ് കേട്ടോ, നമ്മൾ LKG മുതലുള്ള, അതായത് അംഗൻവാടി പോകുന്ന കുട്ടികളായാലും അവിടെ തൊട്ട് നമുക്ക് LP തലത്തിലുള്ള കുട്ടികൾക്ക് വരെ ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിലും വെർബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പിക്ചറിലൂടെ കാണിക്കുന്നതെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു ആനിമൽ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ആനിമൽസിലും ഉള്ള കുറച്ച് സീക്രട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമുക്ക് വായിച്ചു നോക്കുമ്പോഴും കുറച്ച് സീക്രട്ടായിട്ട് തോന്നും. അങ്ങനത്തെ കുറേ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പേജിൽ കുറച്ച് മെസ്സേജസ്, കോഡ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് 3 ബുക്കുകൾ കിട്ടിയിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 ബുക്കുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം രാത്രി സമയത്തൊക്കെ കുട്ടികൾക്ക് ഇത് വായിച്ചു കൊടുക്കാനും അവർക്ക് ഇതിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും.
ഇതിലെ എല്ലാ ബുക്കിലും ഡിയർ പാരൻസ് എന്ന് പറഞ്ഞിട്ട് പാരൻസിനായിട്ടൊരു പേജ് എല്ലാ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ ലാസ്റ്റ് പേജിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ ക്യാൻ ബി വില്ലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വണ്ടർലാ ടിക്കറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ബോർഡ് ബുക്കും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ കുട്ടികൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് ഒരുവിധം എല്ലാ വീടുകളും എത്തിയിട്ടുള്ളൊരു ബുക്കായിരിക്കും. അപ്പം ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കിൻഡർല.